2023 കേരള എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ സായുജ് പി. സായുജിൻ്റെ കണ്ണൂർ തളിപ്പറമ്പിലുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ റെസിഡൻഷ്യൽ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു സായുജ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ കീം എക്സാമിലൊരു നല്ലൊരു വിജയം നേടി, നല്ലൊരു മാർക്കൊക്കെ കിട്ടി, ഇപ്പോൾ ഉയർന്ന ഒരു റാങ്കും കരസ്ഥമാക്കാനായിട്ട് സായുജിന് സാധിച്ചു. എങ്ങനെയായിരുന്നു കീമിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും? കീമിന് വേണ്ടി തയ്യാറെടുപ്പ് കഴിഞ്ഞ പോലത്തെ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ കീം വേറെ തന്നെ ഒരു ഓരോ എക്സാമിനും ഓരോ ഒരു വെയിറ്റേജും ഒരു പാറ്റേൺ പോലെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് പഠിക്കുക എന്നാണ് കീമിന് ഏറ്റവും കൂടുതൽ ഇല്ലെങ്കിൽ അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ബുക്ക് തന്നു, കുറേ ക്വസ്റ്റ്യൻസ് തന്നു, എക്സാം നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ നമുക്ക് മനസ്സിലാവും എക്സാം ശരിക്കും എങ്ങനെയാണ്, വെയിറ്റേജ് എങ്ങനെയാണ്, സബ്ജക്ട്സ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ട് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനാണ് ഐഡിയ. ഈ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ഞാൻ സ്റ്റേറ്റ് സിലബസിലായിരുന്നു, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. കാരണം സ്റ്റേറ്റ് അത്ര പഠിക്കാനുണ്ടായിട്ടില്ല. അത് മാത്രമല്ല, അപ്പോൾ ഈ സബ്ജക്റ്റീവ് ടൈപ്പും അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ ബോർഡ് എക്സാമിൽ ക്വസ്റ്റ്യൻസ്. അപ്പം നേരെ ഇങ്ങോട്ട് വരുമ്പോൾ എൻട്രൻസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അപ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? അതിൽ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഒബ്ജക്റ്റീവ് മാത്രം എഴുതി ചെയ്യുമ്പോൾ ഏതെന്നൊക്കെ മറന്നു പോയി. ചിലപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യുക, അത് 1-2 ദിവസം ഒന്ന് പ്രീവിയസ് ചെയ്ത് അതത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് ശരിയാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ കീം എക്സാം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്തുമെന്ന്? സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഇപ്രാവശ്യത്തെ കീം അത്യാവശ്യം ടഫായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല എല്ലാവർക്കും ടഫായിരുന്നു. അതോ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഭയങ്കര ടഫായി തോന്നിയിട്ട് എല്ലാവരോടും സംസാരിച്ചില്ലേ? അന്നേരം സമാധാനമായി. അന്നേരമാണ് എല്ലാവർക്കും ടഫാണെന്ന് മനസ്സിലായപ്പോഴാണ് കുറച്ച് സമാധാനമായാലും. ഓക്കെ. അപ്പോൾ ഏതായാലും കീം എക്സാമിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ സായുജിന് ടീം ബ്രില്യൻറ്റിൻ്റെ അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പോൾ നല്ലൊരു കരിയറുമായി മുമ്പോട്ട് പോകുവാൻ സായുജിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.